നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിക്ക് ശേഷം ജനവിധിയെ വിനയപുരസരം അംഗീകരിക്കുന്നുവെന്ന ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി LDF മുന്നോട്ടു പോകുമെന്നും പിണറായി വിജയൻ ഒടുവിൽ വാ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. തോൽവിയിൽ ഇതാദ്യമായി പ്രതികരിച്ച അദ്ദേഹം നേരിട്ട് വരാൻ തയ്യാറായില്ല. UDFന്റെ വിജയത്തെ അഭിനന്ദിച്ച അദ്ദേഹം തോൽവി ഒരു അവസാനമല്ലെന്നും കൂടുതൽ കരുത്തോടെ തിരിച്ചുവരാനുള്ള പുതിയ തുടക്കമാണെന്നും പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ഭരണ നേട്ടങ്ങളും വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, നവകേരള നിർമ്മാണം തുടങ്ങിയ LDF മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ ഇനിയും നടപ്പിലാക്കുന്നുണ്ട് എന്ന ശക്തമായ പ്രതിപക്ഷ നിലപാടിലൂടെ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറയുകയാണ്. എന്തായാലും നിലവിൽ മുഖ്യമന്ത്രി ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറല്ല. തന്നെ കാണാനും മറ്റാരും AKG സെന്ററിലെ 34B 34A എന്ന നമ്പറിലെ മുറിയിലേക്ക് വരേണ്ടതില്ല എന്നും പറയുന്നുണ്ട്. ബൗൺസർമാരെ അടക്കമുള്ളവരെ പുറത്തു നിർത്തിയിട്ടുണ്ട് എന്നുള്ള കിംവദന്തികളും ഇപ്പോൾ കരക്കമ്പിയായി പടർന്നു പിടിക്കുന്നുണ്ട്. കേരളത്തിന്റെ മതനിരപേക്ഷ നേരിട്ടുന്ന വെല്ലുവിളികളെ കുറിച്ച് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവതരമാണെന്നും വർഗീയതയോടെയും വിഭജന രാഷ്ട്രീയത്തോടും സന്ധി ചെയ്യാതെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന വ്യാജ പ്രചാരണങ്ങളെയും അതിൽ ചില മാധ്യമങ്ങൾ സ്വീകരിച്ച വസ്തുതാവിരുദ്ധമായ നിലപാടുകളെയും പിണറായി വിജയൻ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. എങ്കിലും അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജനങ്ങളോടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് LDF സമഗ്രമായ പരിശോധന നടത്തും. പ്രവർത്തകരിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്ന വിമർശനങ്ങളെയും അഭിപ്രായങ്ങളെയും ഗൗരവകരമായി കാണുമെന്നും വീഴ്ചകൾ തിരുത്തി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. നുണക്കഥകളും PR ഏജൻസികളുടെ പ്രചാരണങ്ങളും ഇടതിനെ തളർത്തില്ലെന്ന് വ്യക്തമാക്കിയ പിണറായി വിജയൻ ജനക്ഷേമത്തിനും ജനാധിപത്യത്തിനുമായി സജീവമായ പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ചാണ് തന്റെ പ്രസ്താവന അവസാനിപ്പിച്ചത്. പിണറായി വിജയന്റെ പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഒന്നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ജനവിധിയെ ആദരവോടുകൂടി സ്വീകരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDFനെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നിട്ടുള്ളത്. എല്ലാവിധ എതിർ പ്രചാരണങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇടയിലും LDFന് ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മൂന്നാം വട്ടം തുടർച്ചയായ പ്രതീക്ഷ വിജയം കൈവിട്ടെങ്കിലും വലിയൊരു ജനവിഭാഗം LDFനൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്ന് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. LDFന് ഈ ജനവിധി ഒരു അവസാനമല്ല, മറിച്ച് തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പുതിയ തുടക്കമാണ്. ജനങ്ങളുടെ വിശ്വാസം മെച്ചപ്പെട്ട നിലയിൽ വീണ്ടെടുക്കാനും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതി അറിയിച്ചിരിക്കുന്നത്.